നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു വിഭാഗം ജനങ്ങളെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുന്ന ഒന്നാണ് മുനമ്പം ഭൂമി വിവാദം. നവകേരള നിർമ്മിതിക്കായി ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുത്ത പുതിയ UDF സർക്കാർ അധികാരമേൽക്കുന്നതിന് തൊട്ടു മുൻപ് അരങ്ങേറിയ ചില നാടകീയ നീക്കങ്ങളാണ് ഈ തർക്കത്തെ അതീവ സങ്കീർണമായ ഒരു രാഷ്ട്രീയ ചതുരംഗ കളമാക്കി മാറ്റിയത്. മുൻ ഇടതുപക്ഷ സർക്കാർ രാഷ്ട്രീയമായി നിയമിച്ച വഖഫ് ബോർഡ് പുതിയ UDF ഭരണകൂടത്തെ തുടക്കത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കാനും കേരളത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് നേട്ടമുണ്ടാക്കാനും ബോധപൂർവം ചെയ്ത ക്രൂരതയാണിത്. രണ്ട് വലിയ ജനവിഭാഗങ്ങളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാൻ നോക്കുന്ന ഇത്തരം അവസരവാദി രാഷ്ട്രീയങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് UDF സ്വീകരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണീരൊപ്പാനും അവരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കാനും UDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതേസമയം ഈ പ്രതിസന്ധിയെ തങ്ങളുടെ വർഗീയ അജണ്ടകൾക്ക് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റാൻ BJPയും LDFും നടത്തുന്ന വിഫല ശ്രമങ്ങളും നാം തിരിച്ചറിയേണ്ടതുണ്ട്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്താണ് വഖഫ്? ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലളിതമായി പറഞ്ഞാൽ അള്ളാഹുവിന് ദാനം കൊടുക്കുന്ന സ്വകാര്യ സ്വത്ത് എന്നാണ് വഖഫ് പൊതുവെ അറിയപ്പെടുന്നത്. മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായി സ്വത്ത് ദാനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക ചാരിറ്റബിൾ സംവിധാനമാണിത്. ഒരു വസ്തുവിനെ വഖഫായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. അത് ശാശ്വതമായി ചാരിറ്റബിൾ ട്രസ്റ്റിൽ തുടരും. മതപരമായ ആവശ്യത്തിനോ നിർധനരെ സഹായിക്കാനോ ഒക്കെയാണ് ഈ സ്വത്ത് ഉപയോഗിക്കേണ്ടത്. ഈ ആശയം കേൾക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമാണെന്ന് തോന്നുമെങ്കിലും പ്രായോഗികമായി വരുമ്പോൾ വലിയ വിവാദങ്ങൾക്കാണ് ഇത് കാരണമാകുന്നത്. വ്യാപകമായ കെടുകാര്യസ്ഥതയുടെയും നിയമവിരുദ്ധമായ അവകാശവാദങ്ങളുടെയും ആരോപണങ്ങൾ ഇതിന്റെ പേരിൽ മുൻപ് തന്നെ ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഉടനീളം സർക്കാർ ഭൂമി മുതൽ പ്രധാന നഗരങ്ങളിലെ വിലപിടിപ്പുള്ള റിയൽ എസ്റ്റേറ്റ് വരെയുള്ള ആയിരക്കണക്കിന് സ്വത്തുക്കൾ പലപ്പോഴും ശരിയായ ഡോക്യുമെന്റേഷനോ വിവരങ്ങളോ ഇല്ലാതെ വഖഫായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പല കേസുകളിലും തങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വഖഫായി രജിസ്റ്റർ ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള വലിയ നിയമ പോരാട്ടങ്ങളിലേക്കാണ് വഴി തുറക്കുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യരാണ് വഖഫ് നിയമങ്ങളുടെ ദൂഷ്യഫലങ്ങൾ കാരണം പ്രതിസന്ധിയിലായത്. ഇനി നമുക്ക് മുനമ്പം പ്രശ്നത്തിന്റെ തുടക്കത്തിലേക്ക് പോകാം. കൊച്ചിക്ക് സമീപമുള്ള മുനമ്പത്തെ ചെറായി പ്രദേശത്തെ 404 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഈ കടുത്ത തർക്കം നിലനിൽക്കുന്നത്. തലമുറകളായി അവിടെ താമസിക്കുന്ന 600-ലധികം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വലിയ മാനുഷിക പ്രശ്നമാണിത്. ഇതിന്റെ ചരിത്രം പരിശോധിച്ചാൽ 1902 തിരുവിതാംകൂർ രാജാവ് അബ്ദുൾ സത്താർ മൂസ സേട്ട് എന്ന സമ്പന്നന് മുനമ്പത്തെ ഈ ഭൂമി കൃഷി ആവശ്യത്തിനായി നൽകി. പിന്നീട് അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് സിദ്ദിഖ് സേട്ട് 1950 ഈ ഭൂമി കോഴിക്കോട്ടെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വഖഫ് ആയി നൽകി. എന്നാൽ പിന്നീട് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഈ ഭൂമി ജനങ്ങൾക്ക് വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങി. 1960-കൾ മുതൽ 1980-കൾ വരെയുള്ള കാലഘട്ടത്തിൽ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ തങ്ങളുടെ അധ്വാന പണവും സമ്പാദ്യവും നൽകി ഈ ഭൂമി നിയമപരമായി ആധാരം ചെയ്തു വാങ്ങി താമസമുറപ്പിച്ചു. അവരവിടെ വീടുകൾ വെക്കുകയും കൃഷി ചെയ്യുകയും ആരാധനാലയങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ തങ്ങൾക്ക് ലഭിച്ച ഭൂമി കൈമാറ്റം ചെയ്യാൻ ഫറൂഖ് കോളേജിന് അവകാശമില്ലെന്നും വഖഫ് നിയമപ്രകാരം ഒരു തവണ വഖഫ് ചെയ്ത സ്വത്ത് ശാശ്വതമായി വഖഫ് തന്നെ ആയിരിക്കുമെന്നും കാണിച്ച് വഖഫ് ബോർഡ് രംഗത്തെത്തി. ഈ ഭൂമി വഖഫ് സ്വത്താണെന്ന് കാണിച്ച് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതോടെയാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലായത്. തങ്ങളുടെ ഭൂമിയുടെ റവന്യൂ നികുതി അടയ്ക്കാനോ ഭൂമി പണയപ്പെടുത്തി ബാങ്ക് ലോൺ എടുക്കാനോ വീട് പുതുക്കി പണിയാനോ ഭൂമി മറ്റൊരാൾക്ക് വിൽക്കാനോ കഴിയാത്ത അവസ്ഥയിലായി അവർ. നിയമപരമായി പണം നൽകി ആധാരം വാങ്ങിയ ജനങ്ങൾ സ്വന്തം മണ്ണിൽ പെട്ടെന്ന് അനധികൃത കുടിയേറ്റക്കാരായി ചിത്രീകരിക്കപ്പെട്ടു. ഇനി എന്താണ് ഇപ്പോഴത്തെ വിഷയം എന്ന് നോക്കാം. വഖഫ് സ്വത്തുക്കൾ ഡിജിറ്റലായി രേഖപ്പെടുത്താനും സുതാര്യത ഉറപ്പാക്കാനുമായി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം ആരംഭിച്ച ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഉമീദ് സെൻട്രൽ പോർട്ടൽ.
ഈ പോർട്ടൽ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഭാവിയിൽ അവയ്ക്ക് നിയമപരമായ പരിരക്ഷ ലഭിക്കൂ എന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ വഖഫ് ബോർഡ് സംസ്ഥാനത്തെ വഖഫ് സ്വത്തുക്കൾ കൂട്ടത്തോടെ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ ഇതിനിടയിലാണ് കോടതികളിൽ തർക്കങ്ങൾ നിലനിൽക്കെ ജനങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന മുനമ്പം ഭൂമിയും അവർ പോർട്ടലിൽ ഉൾപ്പെടുത്തിയത്. ഈ രജിസ്ട്രേഷൻ നടന്ന സമയമാണ് ഏറ്റവും വലിയ ദുരൂഹതകളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ മുൻ LDF ഭരണകൂടത്തിന്റെ താൽപര്യപ്രകാരം പ്രവർത്തിച്ചിരുന്ന വഖഫ് ബോർഡ് ഇതിനായി അടിയന്തര നീക്കങ്ങൾ നടത്തി. സാധാരണയായി വഖഫ് സ്വത്തിന്റെ മേൽനോട്ടക്കാരായ മുതവല്ലിമാർ നേരിട്ട് അപ്ലോഡ് ചെയ്യാത്ത വഖഫ് സ്വത്തുക്കൾ ബോർഡ് നേരിട്ട് അപ്ലോഡ് ചെയ്യാൻ തീരുമാനമെടുത്തു. നടപടിക്രമങ്ങൾ കാറ്റിൽ പറത്തി വഖഫ് ബോർഡ് നേരിട്ട് മുതവല്ലിയുടെ സ്ഥാനം ഏറ്റെടുത്ത് ഏകപക്ഷീയമായാണ് ഈ ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. പുതിയ UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് വെറും 2 ദിവസം മുൻപ് തന്നെ മുനമ്പം ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നത് പൂർത്തിയാക്കി. പുതിയ സർക്കാരോ മന്ത്രിമാരോ അറിയാതെ വഖഫ് ബോർഡ് നടത്തിയ ഈ നീക്കം UDFന് വലിയ രാഷ്ട്രീയ തലവേദന ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ഇതിനെയാണ് മുഖ്യമന്ത്രി VD സതീശൻ പോകുന്ന പോക്കിൽ വഖഫ് ബോർഡ് സർക്കാരിന് 8ന്റെ പണി തന്നു എന്ന് വിശേഷിപ്പിച്ചത്. ഈ 2 മതവിഭാഗങ്ങളെ തമ്മിലടുപ്പിക്കാനും പ്രശ്നങ്ങൾ മനഃപൂർവ്വം സങ്കീർണമാക്കാനുമാണ് മുൻ ഭരണസമിതി ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നു. മുനമ്പം വിഷയം ചർച്ചയാകുമ്പോൾ BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നിലപാടുകളിലെ കാപട്യം തുറന്നു കാണിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ മാത്രമാണ് BJP ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്ര വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരികയും ഉമീദ് പോർട്ടൽ നിർബന്ധമാക്കുകയും ചെയ്തത് കേന്ദ്രത്തിലെ BJP സർക്കാർ തന്നെയാണ്. ഈ പോർട്ടലിന്റെ മറവിലാണ് കേരളത്തിലെ വഖഫ് ബോർഡ് മുനമ്പം ഭൂമി അതിവേഗം രജിസ്റ്റർ ചെയ്തത്. അതായത് BJP ഒരുക്കിയ കെണിയിലാണ് വഖഫ് ബോർഡ് മുനമ്പത്തെ ജനങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്. ഇപ്പോൾ BJP നേതാക്കൾ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിക്ക് കത്തയക്കുന്നതും മാധ്യമങ്ങൾക്ക് മുന്നിൽ നാടകം കളിക്കുന്നതും ശുദ്ധ ഇരട്ടത്താപ്പാണ്. കേരളത്തിൽ കലാപ അന്തരീക്ഷം സൃഷ്ടിച്ച് വോട്ട് ബാങ്ക് ഉറപ്പിക്കുക എന്നല്ലാതെ മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് നീതി കിട്ടണം എന്ന ആത്മാർത്ഥതയൊന്നും അവർക്കില്ല. കേന്ദ്രത്തിൽ എല്ലാ അധികാരവും കൈയാളുന്ന BJPക്ക് വേണമെങ്കിൽ ഈ പോർട്ടലിൽ നിന്ന് മുനമ്പത്തെ വിവരങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നീക്കം ചെയ്യാവുന്നതേയുള്ളൂ. എന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെടാതെ നീറിപ്പുകയണം എന്നാണ് അവരുടെ ആഗ്രഹം. വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള BJPയുടെ ഈ തരംതാണ രാഷ്ട്രീയത്തെ കേരളത്തിലെ മതേതര ജനത തള്ളിക്കളയുക തന്നെ ചെയ്യും. നിയമപരമായി സംസ്ഥാന സർക്കാരുകൾക്ക് വഖഫ് ബോർഡിന്റെ ലിസ്റ്റിൽ നിന്ന് നേരിട്ട് ഒരു വസ്തുവിനെ റദ്ദാക്കാൻ കഴിയില്ല എന്ന പരിമിതിയുണ്ട്. വഖഫ് ആക്ട് പ്രകാരം വഖഫ് ബോർഡിനും ട്രൈബ്യൂണലിനുമാണ് ഇതിൽ അന്തിമ അധികാരം. എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥ അവകാശത്തിന്റെയും റവന്യൂ രേഖകളുടെയും കൃത്യത പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള റവന്യൂ അധികാരികൾക്ക് പൂർണ്ണ അധികാരമുണ്ട്. ഈ അധികാരം ഉപയോഗിച്ചാണ് ഉത്തർപ്രദേശ് വൻതോതിലുള്ള വ്യാജ വഖഫ് രജിസ്ട്രേഷനുകൾ റദ്ദാക്കിയത്. ഉമീദ് പോർട്ടലിൽ വഖഫ് ബോർഡ് സമർപ്പിച്ച വിവരങ്ങൾ നിലവിലുള്ള റവന്യൂ രേഖകളുമായി ഒത്തുനോക്കി സമഗ്രമായ പരിശോധന നടത്താൻ സംസ്ഥാന റവന്യൂ വകുപ്പിന് സാധിക്കും. വഖഫ് ബോർഡ് സമർപ്പിച്ച പ്രമാണങ്ങളിലെ ക്രമക്കേടുകളും അപാകതകളും കണ്ടെത്തിയാൽ ആ രജിസ്ട്രേഷൻ അസാധുവാകും. മുനമ്പത്തും ഇതേ മാതൃക പിന്തുടരാൻ UDF സർക്കാരിന് സാധിക്കും. കാരണം മുനമ്പത്തേക്ക് വഖഫ് ഭൂമി അല്ലെന്ന് തെളിയിക്കുന്ന കൃത്യമായ റവന്യൂ രേഖകളും ആധാരങ്ങളും അവിടുത്തെ ജനങ്ങളുടെ കൈവശമുണ്ട്. തെറ്റായ വിവരങ്ങളും ക്രമക്കേടുകളും കാണിച്ചാണ് വഖഫ് ബോർഡ് ഇത് പോർട്ടലിൽ കയറ്റിയതെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ സംസ്ഥാന റവന്യൂ വകുപ്പ് വഴി ഈ വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ട് പോർട്ടലിലെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള ശക്തമായ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. മുനമ്പം ഭൂമി പ്രശ്നം വെറും ഒരു സാങ്കേതിക ഭൂമി തർക്കമല്ല, മറിച്ച് ഇത് ഒരു വലിയ മാനുഷിക പ്രതിസന്ധിയാണ്. യാതൊരു രേഖയുമില്ലാതെ ആരുടെയും ഭൂമി സ്വന്തമാക്കാം എന്ന വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾക്കെതിരെ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പോലും കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുള്ളതാണ്. മുനമ്പത്തുകാർക്ക് അനുകൂലമായ എല്ലാ രേഖകളും ഉണ്ടായിട്ടും അവർക്ക് നീതി ലഭിക്കാൻ വൈകുന്നത് വഖഫ് ബോർഡിന്റെ കടുംപിടുത്തവും മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ നിസ്സംഗതയും കൊണ്ടാണ്. ഈ പശ്ചാത്തലത്തിലാണ് UDF സർക്കാർ സാധാരണക്കാരുടെ രക്ഷകരായി നിലകൊള്ളുന്നത്. കേരളത്തിലെ മതേതര മനസ്സിനെ തകർക്കാൻ
വളർത്തിയെടുക്കാൻ നോക്കുന്ന ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ കള്ളക്കളികളെയും അത് മുതലെടുത്ത് വർഗീയ വിദ്വേഷം വളർത്താൻ നോക്കുന്ന BJPയുടെ ഫാസിസ്റ്റ് താൽപര്യങ്ങളെയും ഒരേപോലെ പ്രതിരോധിക്കേണ്ടതുണ്ട്. BJPയുടെ പൊള്ളയായ വാഗ്ദാനങ്ങളും രാഷ്ട്രീയ നാടകങ്ങളും ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വഖഫ് ബോർഡിന്റെ നീക്കങ്ങളെ റവന്യൂ പരിശോധനകളിലൂടെയും നിയമ പോരാട്ടങ്ങളിലൂടെയും തറപറ്റിച്ച് മുനമ്പത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ മണ്ണിൽ പൂർണ്ണമായ അവകാശം ഉറപ്പിക്കാൻ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന് സാധിക്കുക തന്നെ ചെയ്യും. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സർക്കാർ ഒരിഞ്ച് പോലും പിന്നോട്ടു പോകില്ലെന്ന ഉറച്ച പ്രഖ്യാപനമാണ് മുനമ്പം വിഷയത്തിൽ UDFനുള്ളത്. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.